ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ സന്ദീപ് വാര്യർക്ക് വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയാണ് ബി.ജെ.പിയും CPIM-ഉം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസിലെത്തി. അതിനുശേഷം ഇദ്ദേഹം പാണക്കാട് എത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു. ഇതുവരെ ഛർദ്ദിച്ചതൊക്കെ ഇനി വാരി തിന്നണമല്ലോ. അവർക്കെതിരെയൊക്കെ ഒരുപാട് ചാനലുകളിൽ വന്നിരുന്ന് സംസാരിച്ചതല്ലേ. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ സന്ദീപിനെ സ്വീകരിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, KPCC സെക്രട്ടറി വി ബാബുരാജ് എന്നിവരോടൊപ്പമാണ് സന്ദീപ് പാണക്കാട് എത്തിയത്. ലീഗിനോടുള്ള തന്റെ മുൻ നിലപാടുകൾ BJPയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടതാണെന്നും മതസാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇവന്റെയൊക്കെ വാക്കിന് എന്ത് വിലയാണുള്ളത്? ഇതുവരെ BJPയിൽ നിന്നപ്പോൾ ഇയാളെ BJPക്കാരും പറഞ്ഞ് പഠിപ്പിച്ചതൊന്നും അല്ലല്ലോ ഇയാൾ ചാനലിൽ ചർച്ചയിൽ വന്നിരുന്നത് ഛർദ്ദിച്ചത്. ഇയാള് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ എഴുതിയത് BJPക്കാർ പഠിപ്പിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ വർഗീയതയും വിഭാഗീയതയും വിഷവും ഒക്കെ കുത്തി നിറച്ചത് ഇയാളല്ലേ. രാഹുൽ ഗാന്ധിയെ തീവ്രവാദി എന്ന് വിളിച്ചത് ഇയാളല്ലേ, നമ്മളാണോ? KPCC ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന് സന്ദീപ് വാര്യർ പാണക്കാട് പോയത്. വളരെ നല്ലത്. സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സന്ദീപ് വാര്യർ BJPയെ തല്ലിയാലും ഒരു നന്നാവില്ലെന്ന് പറഞ്ഞു. തന്നെ കൊല്ലാൻ BJPയും CPM-ഉം ചേർന്നായിരിക്കും ഇന്നോവ അയക്കുന്നതെന്നും സന്ദീപ് പ്രതികരിച്ചു. മുന്നണിയിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. മലപ്പുറത്തിന്റെ സന്ദേശം മതനിരപേക്ഷതയുടേതും മാനവ സൗഹൃദത്തിന്റേതുമാണ്. അത് മലപ്പുറത്തിന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം കുടപ്പനയ്ക്കൽ തറവാടും പാണക്കാട് കുടുംബവുമാണ്. വലിയൊരു പ്രയത്നം അവരുടേതായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ബേസിക് അതൊക്കെ പഠിച്ചു വെക്കണ്ടേ? അതൊക്കെ ഇത് പഠിച്ചിട്ട് തന്നെ പോയത്. കേരളത്തിനും രാജ്യത്തിനും മാതൃകയായിട്ടുള്ള മലപ്പുറത്തിന്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് പാണക്കാട് കുടുംബമാണെന്ന് പറഞ്ഞു. ഇതുവരെ RSS ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇനി മാറ്റിയും പറയുമായിരിക്കും. ശരി, രാഷ്ട്രീയത്തിനപ്പുറം അത് എല്ലാവരും അംഗീകരിച്ച ഒന്നാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ആരും അംഗീകരിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ വാതിൽ കത്തി നശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയെത്തിയത് പാണക്കാട് ശിഹാബ് തങ്ങളാണ്. അതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു നിന്ന ആളാണ് ഞാൻ. പിന്നെന്താ സത്യസന്ധമായിട്ട് അതങ്ങ് വിളിച്ചു പറയാത്തത്? RSS പറഞ്ഞിരുന്നു അത് പറയണ്ടെന്ന്, BJP പറഞ്ഞിരുന്നു അത് പറയണ്ടെന്ന്. എന്തുവാടോ താങ്കൾ പോയതോ പോയി, സത്യം പറയടോ ഇനിയെങ്കിലും. ഇതുവരെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ നുണകൾ പറഞ്ഞതെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇനി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഇനി ഇയാൾ നുണ പറയില്ലേ? ആ രൂപത്തിൽ ഉയർന്ന ചിന്തയോടുകൂടി മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം അത്രേ. അപ്പൊ ഇതുവരെ അറിയത്തില്ലായിരുന്നു? പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം കിട്ടാതെ വന്നപ്പോഴാണോ ഇതൊക്കെ ഓർമ്മ വന്നത്? അധികാരമോഹം പിടിച്ച് ഇനി എവിടെയൊക്കെയാണ് ഓടി പോകാൻ പോകുന്നത്? പണവും പോപ്പുലാരിറ്റിയും പ്രശസ്തിയും അധികാരവും ഒക്കെ ലക്ഷ്യം വെച്ചൊരു പ്രസ്ഥാനത്തിലെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. മാനവ സൗഹാർദ്ദമാണ് വേണ്ടത് എന്ന സന്ദേശം എല്ലാ കാലത്തും പാണക്കാട് കുടുംബം നൽകിയെന്ന് ഇതുവരെ സന്ദീപിന് അറിയത്തില്ലായിരുന്നോ? എന്താ ഈ അധികാരമോഹം തലയ്ക്ക് പിടിച്ചപ്പോൾ മാത്രമാണല്ലോ ഇവരെ ഇപ്പൊ തള്ളി പറഞ്ഞത് BJPയെ? ഇതിനു മുമ്പ് എന്താ തള്ളിപ്പറഞ്ഞ് ഈ സഹോദരങ്ങളെ പോലെ വേണ്ടുന്ന കുടുംബത്തിലേക്ക് ഓടിപ്പോകാത്തത്? ആ സമയത്ത് മാനവ സൗഹാർദ്ദം ഒന്നും വേണ്ട, നൂളപ്പില്ലിടും എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ. ഇതിന് മുന്നിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടിട്ടുണ്ട്. എന്താ ഇറങ്ങിപ്പോയി അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്താൽ, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, അവരുടെ കസേരയിൽ ഒന്ന് ഇരുന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ വാങ്ങിച്ചു കുടിച്ചാൽ BJP നേതൃത്വം താങ്കളെ പുറത്താക്കുമെന്ന് പേടിയായിരുന്നു. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാലും മതപ്രസ്ഥാനത്തിൽ നിന്നാലും മതനിരാസ പ്രസ്ഥാനത്തിൽ നിന്നാലും നമുക്ക് നമ്മുടെ നിലപാടല്ലേ വലുത്. വ്യക്തിത്വത്തെ ഹനിച്ച് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നുണ പറയാൻ പാടുണ്ടോ? സത്യം തുറന്നു പറയാൻ കഴിയണ്ടേ? അതല്ലേ വ്യക്തിത്വം. ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ പറ്റുന്ന ഹൃദയവിശാലതയുള്ള നിലപാടാണെന്ന്. എന്നിട്ട് സന്ദീപ് എത്ര വട്ടം പോയി? ഇന്നലെ ആ കോൺഗ്രസിൽ അംഗത്വം എടുത്തത്, ഇന്ന് അവിടേക്ക് കയറി ചെന്നത്, ഇപ്പോഴാണ് ഇതൊക്കെ വിളിച്ചു പോകുന്നത്. ഇപ്പൊ പാലക്കാട് സുബൈർ വധക്കേസിൽ RSSന്റെയും BJPയുടെയും ഒക്കെ ഗൂഢാലോചനയാണ് എന്ന് BJP വിട്ട് കോൺഗ്രസിലെത്തിയ ഉടനെ തന്നെ സന്ദീപ് വാര്യർ അങ്ങ് പറഞ്ഞു. ഇപ്പൊ SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിട്ട് BJP നേതാക്കളെ ഒളിവിൽ പാർപ്പിച്ചത് എന്തൊക്കെ പറയുന്നത് ഇയാണ്. ഇപ്പൊ ഇയാളുടെ ഈ പ്രസ്താവനയെ സംബന്ധിച്ച് SDPI സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ എത്തിയതേ ഉള്ളൂ, അപ്പോഴേക്ക് തന്നെ BJPയെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി.
ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് BJP നേതാക്കളെ ഒളിവിൽ പാർപ്പിച്ചെന്നത് അടക്കമുള്ള വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ളതാണ് എന്ന് SDP നേതാവും തുറന്നു പറഞ്ഞു. തുടരന്വേഷണം 3 പേരിലേക്ക് ചുരുക്കാനും ഗൂഢാലോചന ഇല്ല എന്ന നിലപാട് സ്വീകരിക്കാനുമാണ് CPM-ഉം പോലീസും BJP-യും ഒക്കെ ഐക്യപ്പെട്ടതത്രേ. സുബൈർ വധക്കേസിൽ 9 പേരെ മാത്രം പ്രതികളാക്കിയിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പിറ്റേന്ന് നടന്ന കൊലപാതകത്തിൽ 71 പേരെ പ്രതി ചേർക്കുന്നതിലും കൊലപാതകത്തിൽ UAPയെ ചേർക്കുന്നതൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പും സഹകരിച്ചാണ് അത്രേ പ്രവർത്തിച്ചത്. ആലപ്പുഴയിലെ ഷാൻ വധക്കേസിലും ഇത്തരം ഗൂഢാലോചനയിൽ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യവും ചർച്ചയായിട്ടുണ്ടായിരുന്നു. കരുവന്നൂർ എക്സാലോജിക്ക്, സ്പ്രിംഗ്ലർ, ലാവ്ലിൻ, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ അഴിമതി കേസുകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒത്തുതീർപ്പാണ് CPM-ഉം BJP-യും തമ്മിൽ നടത്തിയിട്ടുള്ളത് അത്രേ. ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ RSS നേതാക്കളെ കണ്ടതും അതിനുശേഷം ആക്ഷേപം ഉയർന്നിട്ടും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകാതിരുന്നതും ഇത്തരം ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്രേ. മതനിരപേക്ഷ കേരളത്തെ സംഘപരിവാറിന്റെ കലാപ രാഷ്ട്രീയത്തിന് വിധേയമാക്കുന്നത്, സൗഹൃദം തകർത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വളക്കൂർ ഒരുക്കുന്നതിലും ഇത്തരം ഡീലുകൾ സഹായകമാകുന്നുണ്ട് എന്നും പറയുന്നു. CPM ഏറ്റെടുത്തിട്ടുള്ള ഹിന്ദുത്വ സാംസ്കാരികത മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള അതിന്റെ പ്രചാരണവും നിലപാടുകളും മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ളവരെ മതനിരപേക്ഷതയുടെ അപരന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള സമീപനങ്ങളും ഇതിന്റെ തുടർച്ചയാണ്. അതിന്റെ സൈദ്ധാന്തിക തലമാണ് P. ജയരാജന്റെ പുസ്തകത്തിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. RSSകാരെ പോലെ തന്നെ മുസ്ലിം വിരുദ്ധത നെഞ്ചിലേറ്റി വളരുന്ന പാർട്ടി കേഡർമാരെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു. CPM വളർത്തിയ ഇത്തരം സാംസ്കാരികവൽക്കരണവും ന്യൂനപക്ഷ വിരുദ്ധതയും മൂലമാണ് ത്രിപുരയിൽ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ BJP-ക്ക് കൊടുക്കേണ്ടി വന്നത് അത്രേ. ഇത്തരം വെളിപ്പെടുത്തലുകളെ ഗൗരവത്തോടുകൂടി കാണുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നും എത്ര ഡീലുണ്ടെങ്കിലും ഫാസിസത്തെ ജനാധിപത്യ ശക്തി കൊണ്ട് പ്രതിരോധിക്കാൻ പ്രാപ്തമായ കേരളീയ സംസ്കൃതിയുടെ പാരമ്പര്യത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നുമൊക്കെ സന്ദീപിന്റെ ഈ വിളിച്ചുകൂക്കലിൽ അഷ്റഫ് മൗലവി തട്ടി അങ്ങോട്ട് വിട്ടു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിലേക്ക് കയറിയതേ ഉള്ളൂ. അവരെ പുകഴ്ത്താനും അതുവരെ നിന്ന പാർട്ടിയെ തള്ളിപ്പറയാനും സന്ദീപ് മടിച്ചില്ല. നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണെന്ന് ഇതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു. ഈ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടല്ലേ, ഇദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചിട്ടല്ലേ ഇയാള് ചാനലുകളിൽ വന്നിരുന്ന് ഇത്രയും കാലവും ഛർദ്ദിച്ചതല്ല, അറിയത്തില്ലായിരുന്നു. എന്തിനാ മനസ്സാക്ഷിയെ വഞ്ചിച്ചു നിന്നത്? ആരെങ്കിലും ഇയാളുടെ തല വെട്ടുമെന്ന് പറഞ്ഞിരുന്നു? ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുവാടോ? ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും വിവരമുള്ളവരുണ്ട്, അവരൊക്കെ ഇതെങ്ങനെയാ വിശ്വസിക്കുക? ഇന്നലെ വരെ നമോ എന്ന് വിളിച്ച് പുകഴ്ത്തിയ നരേന്ദ്രമോദിയെ സന്ദീപ് വാര്യർ തള്ളി പറയുക ഇപ്പോ. അപ്പൊ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുക. എന്തായാലും ഒരു ഉയർന്ന സീറ്റിന് വേണ്ടിയിട്ടാണ്, കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മലക്കം മറിച്ചിലെന്ന് അറിയാത്തവരല്ല ആരും. അവർക്കും അറിയാം. അവർക്കിടയിലും ഒരുപാട് ഈ പാർട്ടികൾ മാറി, നിലപാടുകൾ മാറി, അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ മാറിയൊക്കെ വന്നവരുണ്ടല്ലോ. മനസ്സിലാകും, കാലം തെളിയിക്കും.